സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പണ്ട് ചെയ്യണ പോലെ മേക്ക് ഓവേഴ്സൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതും ഒരു മേക്ക് ഓവറായിട്ടൊന്നല്ല ചെയ്യണേ, കുറച്ച് ഒതുക്കി പറക്കലുകൾ ഉണ്ടായിരുന്നു. കാരണം ഒരു മാസമൊക്കെ ആയിട്ട് ഇവർക്ക് ക്ലാസ്സും അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാശ്മീർ ട്രിപ്പ്, പിന്നെ വീണ്ടും അവർക്ക് ക്ലാസ്, വീണ്ടും വെക്കേഷൻ, അങ്ങനെ മാറി മാറി വരണോണ്ട് നമുക്ക് ഒന്നിനും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ബെഡ്ഷീറ്റും കർട്ടനും മാറ്റിയിട്ടുള്ള ഒരു മേക്ക് ഓവർ കൊണ്ടൊന്നും നമുക്ക് ഇത് ഒതുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് ഫുൾ അലങ്കോലമായിട്ട് ഇരിക്കുകയാണ്. അപ്പം എൻ്റെ ഈ ഒരു സ്ഥലം മാത്രമാണ് എൻ്റെ ഒരു ഐറ്റംസ് വെക്കണ ഒരു പ്ലേസ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡ്രസ്സുകളും വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, ബാഗുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെക്കാറ്. ഓപ്പോസിറ്റുള്ള ആ ഒരു വലിയ വാർഡ്രോബിലാണ് എൻ്റെ പുറത്തേക്കുള്ള ഡ്രസ്സുകൾ എല്ലാവരുടെയും, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ വെക്കണേ. ഈ ഭാഗം ഓൾമോസ്റ്റ് എപ്പോഴും ഇത്രയും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവുക. എൻ്റെയും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും വെക്കാറുണ്ട്. ഇപ്പം നമുക്ക് പുറത്ത് പോകുന്ന ഡ്രസ്സുകൾ അധികം ആവശ്യമില്ലല്ലോ. മെയിൻലി വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, ജിമ്മിൻ്റെ ഡ്രസ്സുകൾ, ജിമ്മിനിപ്പോൾ ഞങ്ങളൊരു 3-4 മാസമായിട്ട് ജിമ്മിന് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഡ്രസ്സുകൾ വന്നു. പിന്നെ സമ്മറിന് ഇടുന്ന ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ടുകൾ, പിന്നെ നല്ല കട്ടിയുള്ള ഡ്രസ്സുകളില്ലേ, പോളിസ്റ്റർ ഡ്രസ്സുകൾ, അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്നും കുറച്ച് കാലത്തേക്ക്, ഇനി ഇവിടെ സമ്മർ എന്ന് പറഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഇവിടെ ചൂട് തന്നെയാണ്. അപ്പം നമുക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ ഈ റൂമിൽ മാത്രം കണ്ണാടി എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം നമുക്ക് കണ്ണാടി അവിടെ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ മിറർ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ ഭംഗി മാത്രമല്ല, നമുക്കത് മിററായിട്ട് കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാമെന്ന് ഒരു പ്ലാനായിരുന്നു. വേറെ എവിടെയും നമുക്ക് ചുമരിലൊന്നും വൃത്തികേടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വാതിൽ ഞാൻ ഓൾറെഡി കുറേ സാധനങ്ങൾ ഒട്ടിച്ച് ആകെ വൃത്തികേടായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതിലെന്തെങ്കിലും പറ്റിയാലും നമുക്ക് പ്രത്യേകിച്ച് വിഷമിക്കാനൊന്നും കാര്യങ്ങളില്ലല്ലോ. ഓൾറെഡി വൃത്തികേടാണ്, അത് കുറച്ചും കൂടി വൃത്തികേടാക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ഒട്ടിച്ചു. ഒരുവിധം ഒട്ടിച്ച് ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കേഴ്സ് ഇങ്ങനെ നോക്കുമ്പോൾ പോലും കുറച്ച് ബെറ്റർ വ്യൂ ആയിരുന്നു. പക്ഷെ ഞാൻ ഈ മിററിൻ്റെ മേലെയുള്ള പ്ലാസ്റ്റിക് ഒരു ഫിലിം പോലത്തെ സാധനം മാറ്റിയപ്പോൾ ദേ ഇങ്ങനെയായിരുന്നു അവസ്ഥ. ഒരേ ഒരു ഹെക്സഗണിൽ കൂടെ നോക്കുമ്പോൾ എല്ലാം ക്ലാരിറ്റി നന്നായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടി നോക്കുമ്പോൾ ഒന്നും വൃത്തിയില്ല. കാണുമ്പോൾ നമ്മുടെ ഇമേജ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവാത്ത രീതിയായിരുന്നു. ഉള്ള കോൺഫിഡൻസ് പോകുന്നു പറഞ്ഞ പോലെയായി. അങ്ങനെ അതേപോലെ തന്നെ ഹെക്സഗൺ പാറ്റേണിലുള്ള ഗോൾഡൻ കളറിലുള്ളൊരു ഇത് വാങ്ങിച്ചു ഞാൻ, PVC വാൾപേപ്പർ. അതിന് മാച്ച് കോംപ്ലിമെൻ്ററി ആയിട്ട് അവിടെ ഒട്ടിച്ചു. പിന്നെ നടുക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ബട്ടർഫ്ലൈ പോലെയുള്ള സാധനങ്ങളുണ്ട്, അതൊക്കെ അവിടെ വെച്ച് ഒട്ടിച്ച് ഒരുവിധം ഒതുക്കി തീർത്തു എന്ന് പറയുമല്ലോ, കേസൊക്കെ നമ്മൾ ഒതുക്കി തീർക്കില്ലേ, അതുപോലെ ചെയ്തു. കാരണം തുടങ്ങി വെച്ചത് നമുക്ക് ആ മിറർ സ്റ്റിക്കർ എടുത്തപ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പോയി. നമ്മൾ ഉദ്ദേശിച്ചത് നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇനി എങ്ങനെയായാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി. അവിടെ തിന്നർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്, പക്ഷേ തിന്നർ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പണികളുണ്ട്, പിന്നെ ഓരോന്നായിട്ട് നോക്കുകയാണ് ഞാൻ എന്തൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടെന്ന്. ഒന്ന് നമ്മുടെ ഡ്രസ്സുകളുടെ സെഷൻ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഈ ഒരു ലാമ്പൊക്കെ കിത്തു ഓരോന്ന് വരച്ചിട്ടൊക്കെ വൃത്തിയില്ല, അതൊക്കെ മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ അതൊന്നും നടന്നില്ല. അപ്പോൾ ഈ സൈഡാണ് കേട്ടോ എൻ്റെ നല്ല സെറ്റുകൾ, ചുരിദാർ സെറ്റുകളൊക്കെ ഏറ്റവും മുകളിൽ ഞാൻ ഒരു സാരി ബാഗിലാക്കിയിട്ടാണ് വെച്ചേക്കണേ. അതധികം യൂസ് ചെയ്ത് വരാറില്ല. പിന്നെ പാൻറ്റുകൾ, കുർത്താസ് ഇവിടെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ജിമ്മിൻ്റെ പാൻറ്റും ടീഷർട്ടും ഒക്കെ മിക്സ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലങ്കോലാക്കിയിട്ട് വെച്ചേക്കാം. പിന്നെ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ഡ്രസ്സുകൾ, കോഡ് സെറ്റ് ഉള്ള ചുരിദാർ സെറ്റുകളൊക്കെ വെച്ചേക്കണേ. ഏറ്റവും അടിയിൽ ടീഷർട്ട്സ് ഒരു ഓർഗനൈസറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ടോപ്സാണ്. ഇത് ടോപ്സിൽ തന്നെ കുറേ പോളിയസ്റ്റർ ഇങ്ങനത്തെ ചൂടെടുക്കുന്ന സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി നമുക്ക് ഓർഗനൈസ് ചെയ്യണം, കാരണം എടുക്കാൻ എളുപ്പത്തിന്. ജീൻസൊക്കെ ഇത് ഇങ്ങനെ ഒരു ഓർഗനൈസറിലാണ് വെച്ചേക്കണേ. ഷോളുകൾ ഫുള്ള് ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവേ ഉള്ള എൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇതൊന്ന് ഈസി ആയിട്ട് നമുക്ക് എടുക്കുന്ന രീതിയിൽ, എപ്പോഴും യൂസുള്ള ഡ്രസ്സുകൾ ഈസി ആയിട്ട് കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം, അതാണ് ഫസ്റ്റ് ലക്ഷ്യം. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു മേക്കപ്പ് സംഭവം വൃത്തിയാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്
അവിടുത്തെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് ഞാൻ കട്ടിലേക്ക് ഇട്ടു. ഒരു ദിവസം നമുക്കിങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് മോട്ടിവേഷൻ വരുമെന്ന് പറയില്ലേ, അതേപോലെ ഒരു മോട്ടിവേഷൻ വന്ന ദിവസമായിരുന്നു. അപ്പം എൻ്റെ ഡ്രസ്സിങ്ങൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഭയങ്കര ലൂസായിട്ടുള്ള ടീഷർട്ട്, അതായത് ഓവർ സൈസ്ഡ് ടീഷർട്ടും ഷോർട്ടും ആണ് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ ഡ്രസ്സ്. കണ്ട ഒരു ഹോംലെസ് ലുക്ക് ഉണ്ടെങ്കിലും എല്ലാം എടുത്ത് പുറത്തേക്ക് ഇടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതൊക്കെ ശരിക്കും വെക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് അയ്യോ ഇങ്ങനത്തെ. അപ്പം എനിക്കിപ്പോൾ ഈ ഒരു റൂമിൽ കറക്റ്റ് എൻ്റെ മേക്കപ്പ് ഐറ്റം, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, ഈ മുടിയിലിടുന്ന സാധനം, എന്തായാലും പറയുക, നെയിൽ പോളിഷ് അല്ലെങ്കിൽ അത്യാവശ്യമുള്ള പൗഡർ, അങ്ങനത്തെ സാധനങ്ങൾ, അതൊന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പം ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡ്രസ്സാണ് വെക്കേണ്ടത് ഇവിടെ. അപ്പോൾ ഈ വേറെ സ്ഥലമില്ല, ഇവിടെ സ്ഥലമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തൊക്കെ കണ്ണാടി വരാൻ പാടില്ലല്ലോ കിടക്കണ സ്ഥലത്ത്. അതായത് നമ്മൾ ഉറങ്ങണത് കണ്ണാടിയിൽ കാണാൻ പാടില്ല രാത്രി, അങ്ങനെ എന്തോ ഉണ്ട് വാസ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെയും കണ്ണാടി വെക്കാൻ പറ്റില്ല. അപ്പോൾ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകിൽ ബാത്റൂമിൻ്റെ ഡോറ്, അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ നാട്ടിലൊക്കെ ചെയ്യാറില്ലേ, ഫുൾ മിറർ കിട്ടും നമുക്ക് ബാത്റൂം ഡോറാകുമ്പോൾ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഈ റെനോവേഷൻ ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമുക്ക് ടൈൽസ് മാറ്റണ ഒരു വർക്ക് ഉണ്ട്, 2 ബാത്റൂമിൻ്റെ ടൈൽസൊന്നും ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പുതിയ വാതിൽ വാങ്ങിച്ച് വെച്ച് അത് പിന്നെ കട്ട് ചെയ്യാനൊക്കെ നിൽക്കണം, ഒരു പക്ഷേ എന്തെങ്കിലും ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ വിചാരിച്ചു അത് എല്ലാം കൂടി ചെയ്യാനുള്ള ബഡ്ജറ്റും ഇല്ല. അപ്പോൾ ടൈൽസ് എപ്പോഴാണോ മാറ്റണേ അപ്പോൾ ആ സമയത്ത് നമുക്ക് വാതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വിട്ടു, ഞാനായിട്ട് തന്നെ വിട്ടത്. ഓടിപ്പടിച്ച് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ചിലവ് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി, എനിക്കൊരു കണ്ണാടി ഇല്ല, എനിക്കൊരു സെക്ഷനില്ല, മറ്റേ മേക്കപ്പ് ഓർഗനൈസേഷൻ സെക്ഷനില്ല. അങ്ങനെ ഞാൻ ഈ ഒരു സ്ഥലം എടുത്തിട്ട് ഇവിടെ ഒതുങ്ങനെ ഉള്ളൂ. പിന്നെ എല്ലാം ഇങ്ങനത്തെ ഈ വലിയ വലിയ സാധനങ്ങളാണ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. എനിക്ക് ഈ സ്ക്രഞ്ചീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് പുതിയ സ്ക്രഞ്ചിയാണ്, മിനിസോന്ന് വാങ്ങിച്ചത്. എത്ര രൂപയാ, 6 അതുപോലത്തെ. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് വലിയ ഹെവി ആയിട്ടുള്ളതൊന്നുമില്ല. ആകെ ഇപ്പോൾ 2 നെയിൽ പോളിഷ് ഉണ്ടാവും, പിന്നെ ഒരേ ഒരു പെർഫ്യൂം, ഒരെണ്ണേ ഉള്ളൂ, ഒരേ ഒരു കൺമഷി, കാജൽ. പിന്നെ ഇത് വാങ്ങിച്ച പുതിയൊരു ചെരുപ്പ് കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ ചീന്തി കഴിഞ്ഞിട്ട് ആ മുടി കളയണമെങ്കിൽ ഇതിങ്ങനെ തിരിച്ചാൽ മതി. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ പോകുമ്പോൾ ഈ മുടി നമുക്ക് എടുത്ത് കളയാം. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ട് എടുത്തൊരു 200 rupees റേഞ്ചാണ്. ഞാൻ പിള്ളേർക്കും വേണമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഇത് യൂസ് ചെയ്തിട്ട് നല്ലതല്ലെങ്കിലോ, അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ട് അവർക്ക് വാങ്ങിക്കാം, സ്കൂൾ തുറക്കാറാകുമ്പോഴേക്കും വിചാരിച്ചു. അപ്പോൾ ഇത് ഒരെണ്ണം പുതിയത് യൂസേജ് ചെയ്തിട്ടില്ല. പിന്നെ ഈ 2 ഓർഗനൈസേഴ്സ് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചേക്കണത്. അന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ഇത് 2 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പുതിയതില്ലോ, എല്ലാം പഴയ സാധനങ്ങളാണ്. എല്ലാം നമുക്ക് ഒതുക്കി വെക്കണം. ഇനിയിപ്പോൾ അത് തുടങ്ങാം. ഓർഗനൈസറിലാക്കിയിട്ടാണ് ഞാൻ താഴെ വെക്കാറ്. കുഞ്ഞു ബാഗുകൾ, സ്ലിംഗ് ബാഗാണ്. ബാക്ക് പാക്കൊന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല, അത് ഞാൻ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചേക്കാം. എന്താ ചെയ്യാന്നറിയില്ല. ഞാൻ വേറൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. ബാഗിന് ഞാൻ എന്താ ഉദ്ദേശിച്ചാൽ, ഇത് ഞാൻ പണ്ട് ഗ്രോസറിക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. അതായത് നമുക്ക് ഗ്രോസറി ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാം. അതായത് ഇങ്ങനെ ഇത് ഹോം സെൻറ്ററിൽ നിന്ന് ഇവിടെ വാങ്ങിച്ചാട്ടോ, നല്ല യൂസ്ഫുൾ സാധനമാണ്. ഇതിൽ ബാഗ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ, ഇപ്പോൾ അധികം നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ എനിക്ക് ബാഗ്. സൂപ്പർ, സാറേ മതി. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങണത്. അപ്പോൾ ഇതിലിട്ടിട്ട് അടച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് മാത്രം തുറക്കാം. ഇത് ഫ്ലാപ്പ് ഉണ്ട്, ഫ്ലാപ്പ് മാത്രം തുറന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. ആവശ്യമുള്ളപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം. ചെറുതൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം, പുറത്തേക്ക് ചാടി. ഓക്കെ, ഇങ്ങനെ ഒഴിച്ചിട്ട് എടുക്കാം. ഇല്ല വേണമെന്ന് വെച്ചാൽ നമുക്ക് അത്ര പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാനിത് ഈ ബെഞ്ചിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അധികം പ്രശ്നം വരില്ല.
എല്ലാത്തിനും ലൈവ് വോയിസ് കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. ഞാൻ വോയിസ് ഒക്കെ അപ്പം തന്നെ ലൈവായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഇടയിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ തന്നെ ആക്കി. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമുള്ള സ്ക്രഞ്ചീസ് ഐറ്റംസാണ്. അപ്പോൾ കുട്ടികളുടെ എൻ്റെയൊക്കെ മിക്സാണ് കേട്ടോ. കുറേയൊക്കെ അവർ അവിടെ ഇവിടെയൊക്കെ ഇട്ട് പോകുന്നത് ഞാൻ എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് മാറ്റും. അപ്പോൾ അത് വെക്കാനാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു സംഭവം വാങ്ങിച്ചത്. ഇത് ട്രാൻസ്പെറൻറ്റുമാണ്. എനിക്ക് എപ്പോഴും ഒരേ ഒരു ഹെയർ സ്റ്റൈലാണ്. എപ്പോഴും ഞാനൊരു പോണിറ്റെയിലായിരിക്കും, അല്ലെങ്കിൽ ലൂസ് ഹെയർ ചിലപ്പം, അത്രേ ഉള്ളൂ. അപ്പോൾ വേറെ എനിക്ക് ഹെയർ സ്റ്റൈലുകളൊന്നും ചെയ്യാനും അറിയില്ല. ആകെ ഒരു സ്ക്രഞ്ചി അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഞാനിങ്ങനെ മുടി കുത്തി വയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് വാങ്ങിച്ചത്. ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായി. അതൊരു മൂലയിലിരുന്നോളൂ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. ഇത് നമ്മൾ മിസ്റ്റർ DIYന്ന് വാങ്ങിച്ചൊരു ഇതായിരുന്നു. പിന്നെ ഇത് മിനിസോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ഓർഗനൈസർ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതുപോലെ ആ ഒരു കുഞ്ഞു സ്ഥലത്ത് മാക്സിമം സ്റ്റോറേജോട് കൂടിയിട്ട് എല്ലാ സാധനങ്ങളും കുത്തി കൊള്ളിക്കുക, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ ഈ കണ്ണാടിയൊക്കെ നിത്തുവിന് പണ്ട് അവളുടെ ഒരു 13 ഏജ് ആ ഒരു സമയത്ത് ഞാൻ ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. അതിപ്പോൾ അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിങ് ടേബിൾ പോലെ ഒരെണ്ണം സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അടിച്ചു മാറ്റി. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്ന എനിക്കൊരു കണ്ണാടിക്ക് പകരം ജസ്റ്റ് കണ്ണെഴുതാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഈ ചെസ്റ്റ് ഓഫ് ഡ്രോയർ പോലെ കുഞ്ഞു കുഞ്ഞു ചെസ്റ്റുകൾ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. അവരുടെ റൂമിലുണ്ടാവും. അത് ഞാൻ ഇങ്ങോട്ട് എടുക്കും, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. അങ്ങനെ മാറ്റി മാറ്റി ഞങ്ങൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഡ്രസ്സിങ് ടേബിൾ അവിടെ വന്ന സമയത്ത് അവിടെ കൊള്ളുന്നതൊക്കെ അവിടേക്ക് കൊടുത്തു, പറ്റാത്തതൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇതന്നെ ഞാൻ പല ടൈപ്പ് വെച്ച് നോക്കിയിട്ട് ലാസ്റ്റ് ഇതൊന്നല്ല കേട്ടോ, ഈ കാണുന്നതൊന്നല്ല ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. കാരണം ആദ്യം നമ്മൾ വെച്ച് നോക്കും, അതിൻ്റെ ഒരു എങ്ങനെ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കണമല്ലോ. അതായത് നമ്മൾ വെച്ച രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന്ന് സാധനങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ, അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഏതൊക്കെ സ്ഥലത്ത് വെച്ചാലാണ് എടുക്കാൻ എളുപ്പം, അതൊക്കെ ആദ്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വെച്ച് 1-2 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മളിങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് അവസാനം തീരുമാനിച്ചത്. ഈ ഒരു ചെസ്റ്റ് പോലത്തെ സാധനമല്ലേ മിസ്റ്റർ DIYയുടെ, അതിൽ നമുക്ക് എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ മാത്രമേ വെച്ചിട്ട് കാര്യമുള്ളൂ. ഈ വളകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഡെയിലിയോ അല്ലെങ്കിൽ മന്ത്ലി പോലും യൂസ് ചെയ്യണതല്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ അങ്ങനെയൊക്കെയാണ് നമ്മളത് എടുക്കുള്ളൂ. അപ്പോൾ അതൊന്നും എപ്പോഴും എടുക്കേണ്ട സ്ഥലത്ത് വെക്കണ്ട. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചൊരു സംഭവമാണ് കേട്ടോ ഇത്, മോയ്സ്ചറൈസിങ് ലോഷൻ. ഞാൻ യൂസ് ചെയ്യാറില്ല, എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഈ കാശ്മീർ ട്രിപ്പിൽ പോയപ്പോൾ ചെറിയൊരു പാക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മോയ്സ്ചറൈസിങ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും അത് 4-5 ദിവസം ഡെയിലി രാവിലെ യൂസ് ചെയ്തിട്ട് അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു, മുഖമൊക്കെ നല്ല സ്മൂത്തായ പോലെ. അപ്പോൾ ഞാൻ ലോഷൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സൺസ്ക്രീനും കൂടി വാങ്ങിച്ചു. കാരണം നമുക്ക് ഇനിയൊരു ട്രിപ്പ് പ്ലാനും കൂടി ഉണ്ട് വെക്കേഷനിൽ നാട്ടിൽ പോയിട്ട്. അപ്പോൾ അതിന് ഇത് യൂസ് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൺസ്ക്രീൻ കൂടി വാങ്ങിച്ചു വെച്ചു, അതേ ബ്രാൻഡിൻ്റെ. ആമസോൺ നൗ എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഇവിടെയൊക്കെ ആമസോണിൻ്റെ സെയിം ഡേറ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഈ കമ്മലുകളും അതെ, ഇപ്പം ഞാൻ ഓഫീസിൽ പോകുമ്പോഴായിരുന്നു ഞാൻ ഡെയിലി മാറ്റി മാറ്റി കമ്മലൊക്കെ ഇടാറ്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കമ്മലും വളയൊക്കെ ഞാൻ ആ 2 ചെറിയ ഓർഗനൈസറിലാക്കിയിട്ട് എപ്പോഴും കിട്ടണ്ടാത്ത സ്ഥലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബ്രേസ്ലെറ്റ്സ് ആണ്. അപ്പോൾ പല ടൈപ്പിലുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഞാൻ പുതിയത് ഇന്നാൾ വാങ്ങിച്ചതാണ്, ഈ വിളയിൻ്റെ ഒക്കെ. അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും എടുക്കുന്ന രീതിയിൽ ഈ ഒരു കുഞ്ഞ് ഡ്രോയിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ചതാണ്, ഈ ഒരു കോമ്പ്. ഞാൻ പിന്നീട് കാണിക്കാം. പിന്നെ ഈ ഒരു നെയിൽ കട്ടറിൻ്റെ ഒരു സെറ്റ് ഉണ്ട്, അതായത് എല്ലാം ഒരു കിറ്റായിട്ട് നമ്മുടെ ഈ ഒരു സെറ്റിലുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ ഡെയിലി ഒന്നും ആവശ്യമില്ലല്ലോ. ഈ ഒരു സൈഡിൽ വെച്ചിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോൾ അതിന് മുമ്പിൽ നമ്മൾ ഈ ഒരു ഓർഗനൈസർ വെച്ച് കഴിഞ്ഞാലും നമുക്കത് ഒന്ന് നീക്കിയിട്ട് എടുക്കാം, അത് എപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഭാഗത്ത് ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇങ്ങനെ വെക്കാമെന്ന് ആദ്യമൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പിന്നീട് ഞാൻ അങ്ങോട്ട് കൂടി മാറ്റിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് മാറ്റിയെന്ന് മനസ്സിലാവും. പിന്നെ ക്ലിപ്പുകൾ നടുക്ക് വെച്ചു. പിന്നെ ഈ ഒരു റെനിയുടെ
ഒരു ബനാന പൗഡറോ അങ്ങനെ എന്തൊരു സംതിങ് പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും ഒക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അതൊക്കെ അങ്ങനെ തന്നെ വെച്ചു. ഇനി ഈ ഒരു കണ്ണാടി ഫ്ലെക്സിബിളായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റണം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം വെച്ചേക്കണേ. അപ്പം ആദ്യം വെച്ച ആ ചെസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ആക്കി. പിന്നെ അത് ആവശ്യമുള്ള കുറച്ച് കമ്മലുകൾ വേറെ, ആവശ്യമില്ലാത്ത കുറച്ച് കമ്മലുകൾ വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. പിന്നെ പൊട്ടുകൾ എനിക്ക് വീക്ക്നെസ് ആയതുകൊണ്ട് കുറേ കാലത്തെ ഒരു ശേഖരം എൻ്റെ അടുത്തുണ്ട്. അതിൽ നിന്ന് 1-2 നമ്മൾ യൂസ് ചെയ്യുള്ളൂ. വാങ്ങുമ്പോൾ ഒരു 3-4 വെച്ച് വാങ്ങിക്കും. അങ്ങനെ വർഷങ്ങളായിട്ടുള്ളൊരു ശേഖരമാണിത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു DIY ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്, വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ ചെയ്യണം, പക്ഷെ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ അതിൻ്റെ കവറൊക്കെ ആക്കിയിട്ട് ഒരു ഡബ്ബയിൽ ഇട്ടേക്കാന്ന് വിചാരിച്ചു. പിന്നെ അതേ ഈ ഒരു ഷോളുകൾ എൻ്റെ മറ്റേ അലമാരിയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി. ഇവിടെയൊക്കെ ഒരുവിധം ബാസ്ക്കറ്റിലാക്കി വെച്ച സംഭവങ്ങളൊക്കെ നല്ല ഓർഗനൈസ്ഡ് ആണ്. അല്ലാതെ വെച്ചതാണ് നമുക്ക് കുറച്ച് കഷ്ടമുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും ഞാൻ അവിടുത്തെ കുറച്ച് സ്ഥലമൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് എപ്പോഴും യൂസ് ഇല്ലാത്ത ഈ ഹെയർ ഡ്രയർ, പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സ്, ഇങ്ങനെ ട്രാവൽ ഓർഗനൈസേഴ്സ്, തേക്കണ ആ ഒരു അയൺ ബോക്സൊക്കെ ഇട്ടിട്ട് ഏറ്റവും മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇതുപോലെ ഒതുക്കി വെച്ചു. എപ്പോഴും യൂസ് ചെയ്യണത് താഴെയും, അധികം യൂസ് ഇല്ലാത്ത ലോങ് പാൻസ്, കട്ടിയുള്ള പാൻറ്റുകൾ, നൈറ്റി ഒന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ്. അപ്പോൾ അതൊക്കെ, പക്ഷേ എന്നാൽ നമ്മൾക്ക് ആവശ്യം ഉണ്ടാവും. എപ്പോഴെങ്കിലും ഒരു വയ്യായൊക്കെ വരുന്ന സമയത്ത് വേഗം എടുത്തിടാൻ നമുക്ക് നൈറ്റി ആണല്ലോ നല്ലത്. അത് നൈറ്റി എൻ്റെ അടുത്ത് ഉണ്ട്, അമ്മയുടെ നൈറ്റി. അത് ഞാൻ മുകളിൽ വെച്ചു. എപ്പോഴും യൂസ് ചെയ്യണത് ഞാൻ ഈ ഒരു ഷോർട്ട് 3/4 പാൻസും ടീഷർട്ട്സും. ഇത് ഇപ്പോഴേ ഇങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തേക്കണം കേട്ടോ. എല്ലാം ഒരുവിധം മാറ്റി. അതായത് ആ ഒരു സ്ക്രഞ്ച് ഏറ്റവും മുകളിൽ വെച്ചു, അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാമല്ലോ. പിന്നെ അതേ ഈ ഒരു ഓർഗനൈസർ മുകളിൽ വെച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസില്ലേ, പിന്നുകൾ അല്ലെങ്കിൽ സ്ലൈഡ്, അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് എപ്പോഴും. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തേക്കണത്. ഇപ്പോൾ ഇവിടെ ഈ കറപ്പാക്കല്ലായതുകൊണ്ട് അതിൽ കുറേ കറകളൊക്കെ ഉണ്ട്. നമുക്കത് മാറ്റാൻ പ്രത്യേകിച്ച് നിവർത്തിയില്ലല്ലോ. അപ്പോൾ അതിലിപ്പോൾ ഇന്നാളൊരു വീഡിയോയിൽ കണ്ടു കേട്ടോ, ഇനാമൽ പെയിൻറ്റ് നമുക്ക് കടപ്പാക്കല്ല് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൽക്കുന്നതാണ് പറയണേ. അപ്പോൾ നമുക്കത് എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇതും നിത്തു പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. മുഖത്ത് എന്തോ മസാജ് ചെയ്യണം, എന്തൊരു കല്ലാണത്. ഞാൻ ഇതുവരെ യൂസൊന്നും ചെയ്തിട്ടില്ല. ഭംഗി കണ്ടപ്പോൾ അതങ്ങനെ വെച്ചു എന്ന് മാത്രം. കുറേ സ്ഥലം ഒഴിഞ്ഞു കേട്ടോ. ഈ ഒരു ഓർഗനൈസറും കൂടി വെച്ചപ്പോൾ എൻ്റെ ആ ഒരു മേക്കപ്പിൻ്റെ ആ ഒരു ഭാഗം ഫുൾ ഓർഗനൈസ്ഡായി. നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തതാണ് നമ്മുടെ ബാഗ് ഓർഗനൈസ് ചെയ്യണത്. അപ്പോൾ അതിന് ഞാൻ ആമസോണിൽ നിന്ന് ഈ ഒരു ടൈപ്പ് ക്ലിപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിപ്പല്ല, ഈ ഒരു അഡ്ഹസീവ് ഹുക്ക് പോലെയുള്ളത്. ഓൾറെഡി നമ്മുടെ വാതിലിൻ്റെ ബാക്കിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഈ ഒരു 2 കൂടി ഞാൻ ഒട്ടിച്ചു. കാരണം നമ്മളെപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത് ചുരുട്ടി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച ബാഗുകൾ നാശമാവും, പിന്നെ നമ്മൾ യൂസും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ലിംഗ് ബാഗ്സൊക്കെ ഇവിടെ തൂക്കിയിടാം. അത്യാവശ്യമില്ലാത്ത കുറച്ച് ബാഗുകൾ ഇത് ഇവിടെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് കാണുമ്പോഴേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. എവിടെയെങ്കിലും എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ യൂസ് വരില്ല. പിന്നെ നമുക്ക് കുറച്ച് അധികം യൂസ് ഇല്ലാത്ത ബാഗ് നേരത്തെ പറഞ്ഞ പോലെ ആ ലാറ്റ് ബെഞ്ചിൻ്റെ അടിയിൽ വെച്ചു. പിന്നെ ഇത് ഇവിടെയും നമ്മൾ ഒരുവിധം ഒതുക്കാൻ പോവാണ്. ഈ ഏരിയ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് പേടിക്കാനില്ല. അതായത് നമുക്ക് ബോറടിക്കില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുമ്പോഴാണ് നമുക്കത് ഒരു ബോറടിക്കലും ഇഷ്ടമില്ലായ്മയൊക്കെ വരണത്, മടി വരണതൊക്കെ. പക്ഷെ എനിക്ക് എപ്പോൾ നോക്കിയാലും അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു പണിയായിട്ട് ഇത് ചെയ്യേണ്ടി വരണേ. അതുകൊണ്ട് തന്നെയാണ് വീഡിയോയും അങ്ങനെ എടുക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇത് ഈ കാണുന്ന സ്വെറ്റ് ഷർട്ട്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, പോളിസ്റ്റർ ടോപ്സും ഒക്കെ എടുത്ത് ഞാൻ വിചാരിച്ചു വേറൊരു സാരി ബാഗിലാക്കിയിട്ട് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ആ ഒരു ഇതിൻ്റെ കൂടെ വെക്കാമെന്ന്. അപ്പോൾ കിത്തു അന്ന് വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് കിത്തു ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ച്, ഇടയ്ക്ക് ഞാൻ വാതിലടച്ചിട്ടാണ് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ കിത്തു വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ വേഗം പറഞ്ഞു വിട്ടു. പിന്നെ ദേ ഈ ഒരു സാരി ബാഗിൽ എല്ലാം ആക്കി ഒരുവിധം. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് കട്ടിലിൻ്റെ ഉള്ളിലുള്ള സ്റ്റോറേജിലോ അല്ലെങ്കിൽ റാക്കിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ വർഷങ്ങളോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയും വെച്ചില്ല. നമ്മൾ യൂസ് ചെയ്യണ ആ ഒരു ചുരിദാറുകളുടെ കൂട്ടത്തിൽ തന്നെ അത് വെച്ചു. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്നും അതെടുത്തിട്ട് ഇടാൻ തോന്നും നമുക്ക്, അല്ലെങ്കിൽ ഒന്നും
യൂസ് ചെയ്യില്ല. അങ്ങനെ കുറേ ഡ്രസ്സുകൾ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നാളും ഒരു റെനോവേഷൻ വന്ന സമയത്താണ് ഞാൻ കണ്ടുപിടിച്ചിട്ട് കുറേയൊക്കെ എടുത്ത് യൂസ് ചെയ്യാനും കുറേയൊക്കെ നാശമായി തുടങ്ങിയതൊക്കെ കളയാനും ഒക്കെ തീരുമാനമായത്. അങ്ങനെ ഒരുവിധ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. താഴെ ജീൻസാക്കി, ഇവിടെ മറ്റേ സെറ്റ് ഡ്രസ്സുകൾ, പിന്നെ കുർത്ത മാത്രം, അതിൻ്റെ മുകളിൽ പാൻറ്റുകൾ. ഇത് ഇപ്പം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. താഴെ നിന്ന് കുർത്ത എടുത്തിട്ട് മുകളിൽ നിന്ന് പാൻറ്റ് ഏത് വേണമെങ്കിലും മാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ആക്കി. ഏറ്റവും മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യണ പോലത്തെ ഇതും പിന്നെ വിൻ്ററിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ വെച്ചു. ഈ കിടക്കണത് ടോപ്സ് മുഴുവനും നമുക്ക് വെസ്റ്റേൺ ടോപ്സ് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ ടീഷർട്ട്സും ജിമ്മിനുള്ള ഡ്രസ്സും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ പെട്ടെന്ന് മിസ്സായെന്ന് തോന്നുന്നു. അങ്ങനെ റൂം ഒരുവിധം ക്ലീനായി. ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.